ശത്രുവിൻ്റെ ശത്രു മിത്രമാകാറുണ്ട് പലപ്പോഴും. അത്തരത്തിലൊരു നീക്കമാണിപ്പോൾ പശ്ചിമേഷ്യയിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് സിറിയ പൂർണ്ണമായി തന്നെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഭീകരന്മാരായ അൽഖ്വയ്ദയുടെ പിൻഗാമികളായി അല്ലെങ്കിൽ അൽഖ്വയ്ദയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന HTS എന്ന് പറയുന്ന ഭീകര സംഘടന സിറിയ കൈപ്പിടിയിലാക്കിയിരിക്കുന്നു. സിറിയയുടെ ഭരണസിരാകേന്ദ്രങ്ങളും ഒപ്പം തന്നെ പ്രസിഡന്റ് കൊട്ടാരവുമൊക്കെ അവർ കൈക്കലാക്കിയ വാർത്തകളും പുറത്തു വരുന്നു. ഇവരുടെ മുന്നേറ്റം തടയാനാണ് കഴിഞ്ഞ ദിവസം റഷ്യ വ്യാപകമായിട്ടുള്ള കനത്ത ബോംബിങ് നടത്തിയത്. 600ഓളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും പുതിയതായി വരുന്ന വിവരം. ഇറാൻ്റെ റഷ്യയുടെയും പിന്തുണയോട് കൂടിയാണ് അവിടെ ഭരണകൂടം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രസിഡന്റ് ബഷർ അസദിനെ നിലനിർത്തുന്നത് തന്നെ റഷ്യയും ഇറാനും ചേർന്നായിരുന്നു. ഇപ്പോൾ ആ ബഷർ അസദിനെ മറിച്ചിട്ടുകൊണ്ട് സിറിയയുടെ ഭരണം അതിതീവ്ര സംഘടനകളാണ് ഇപ്പോൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭീകര സംഘടനകൾക്ക് പിന്നിൽ തുർക്കി ആണ് പിന്തുണ നൽകി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന ഇസ്രയേൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് പുറത്തു വരുന്ന വിവരം. അതിന് കാരണം ഈ അസദിൻ്റെ നേതൃത്വത്തിലുള്ള സിറിയയേക്കാൾ അപകടകരമായിരിക്കും ഈ HTS എന്ന് പറയുന്ന അൽഖ്വയ്ദയുടെ പിന്തുണയുള്ള തുർക്കിയുടെ പിന്തുണയുള്ള ഭീകര സംഘടന സിറിയയിൽ ഭരണം തുടങ്ങിയാൽ അത് ഇസ്രയേലിന് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതാകില്ല. അതുകൊണ്ട് തന്നെ ആ സംഘടനയെ തീർക്കേണ്ടത് ഇസ്രയേലിൻ്റെ ആവശ്യവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ റഷ്യ, ഇറാൻ, ഇസ്രയേൽ ഇവരുടെ ഒരു നീക്കം ഈ സിറിയയിലെ ഈ കൊടും ഭീകരരെ ഒതുക്കുന്നതിൽ ഉണ്ടാകും. ഏതായാലും ഈ ഇസ്രയേലുമായി ചേർന്ന് അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശങ്ങൾ, സിറിയയുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇസ്രയേൽ ഇടയ്ക്കിടയ്ക്ക് ബോംബിങ്ങും മറ്റും നടത്താറുണ്ട്. അത് ഇനി കൂടുതൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരുപക്ഷെ ഈ HTS എന്ന് പറയുന്ന കൊടും ഭീകരരെ ഇല്ലാതാക്കുന്നതിനൊരു ശ്രമമായിരിക്കും. കാരണം അസദിൻ്റെ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഇറാൻ വഴി ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. സായുധരായ ഒരു വലിയ കൊടും ഭീകരർ തന്നെയാണ് തൊട്ടടുത്ത അയൽ രാജ്യത്തേക്ക് അവിടുത്തെ ഭരണം പിടിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത്. അത് ഇസ്രയേലിന് വലിയ തലവേദന സൃഷ്ടിക്കും. അവരെ മുളയിലെ നുള്ളിയില്ല എങ്കിൽ അത് അപകടകരമായി തീരുകയും ചെയ്യും. ഈ ഒരു നീക്കത്തിൽ ഇസ്രയേൽ അധികം വൈകാതെ തന്നെ കനത്ത ബോംബിംഗ് സിറിയയിൽ നടത്തിയേക്കാം. ഇവിടെ ശത്രുവിൻ്റെ ശത്രു മിത്രമായാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക് മുസ്ലിം.